നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് സൂപ്പർ 8 ആദ്യ മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയാണ്. സെമി ഫൈനലിൻ്റെ ചിത്രം. ഇന്നത്തെ കളിയും നാളെ നടക്കുന്ന കളികൾ കൂടിയാകുമ്പോൾ ഏതാണ്ടൊക്കെ നമുക്ക് കാര്യങ്ങളിൽ ഒരു കൃത്യത വരികയും ചെയ്യും. അപ്പോൾ ICC T20 വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിച്ചിരുന്നു. അത് പക്ഷേ നമ്മുടെ പവർ റാങ്കിങ് അല്ല, വിസ്ഡൻ, പ്രമുഖ ക്രിക്കറ്റ് പോർട്ടൽ വിസ്ഡൻ അവതരിപ്പിച്ച പവർ റാങ്കിങ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ സൂപ്പർ 8 ആരംഭഘട്ടത്തിൽ ഒരു പവർ റാങ്കിങ് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ സൂപ്പർ 8 എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയൊരു പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നിലവിലെ ടേബിൾ ഒന്ന് നോക്കണം. എല്ലാ ടീമുകളും ഓരോ കളികൾ കളിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പ് 1 വെസ്റ്റ് ഇൻഡീസ് ഗംഭീര പ്രകടനം അല്ലേ. 5.35 നെറ്റ് റൺ റേറ്റിൽ കളിച്ച കളി ജയിച്ച് 2 പോയിൻ്റ് അവർ ഒന്നാമത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കിട്ട് പണി തന്ന് അവർ രണ്ടാമത് 2.3.8 നെറ്റ് റൺ റേറ്റ്. ഇന്ത്യ മൂന്നാമത് തോറ്റിട്ടുണ്ട് കളിച്ച കളി, -3.8 ആണ് നമ്മുടെ നെറ്റ് റൺ റേറ്റ്. സിംബാബ്വെ ആണ് ഗ്രൂപ്പിൽ നാലാമത്, -5.35 നെറ്റ് റൺ റേറ്റിൽ കളിച്ച കളി തോറ്റ് നിൽപ്പാണ്. അതേസമയം ഗ്രൂപ്പ് 2 ഇംഗ്ലണ്ട് അവർ കളിച്ച കളി ശ്രീലങ്കയെ നല്ല രൂപത്തിൽ തന്നെ തോൽപ്പിച്ചു. 2.55 നെറ്റ് റൺ റേറ്റിൽ 2 പോയിൻ്റോടെ നിൽക്കുന്നു. ന്യൂസിലാൻഡിനും പാകിസ്ഥാനും കളി മഴ പെയ്തു പോയതുകൊണ്ട് നെറ്റ് റൺ റേറ്റൊക്കെ 0 ആണ്. ഓരോ പോയിൻറ്റുമായിട്ട് അവർ നിൽക്കുന്നു. ശ്രീലങ്ക കളി ഇംഗ്ലണ്ടിനോട് തോറ്റു, -2.55 നെറ്റ് റൺ റേറ്റിൽ ഗ്രൂപ്പിൽ നാലാമതാണ്. ഇതാണ് നിലവിലെ സ്ഥിതിവിശേഷം. ഇനിയിപ്പോൾ മത്സരങ്ങൾ, രണ്ടാം റൗണ്ടിലെ മത്സരങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്നു. നാളെ ശ്രീലങ്കയും ന്യൂസിലാൻഡും തമ്മിൽ കളിക്കുന്നു. അതിനുശേഷം ഫെബ്രുവരി 26 ഇന്ത്യയുടെ ഗ്രൂപ്പിലെ 2 കളികളും, വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക കളിയും ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ കളിയും ഉള്ളത്. ഇത്രയും കഴിയുമ്പോൾ ചിത്രം വ്യക്തമായി. പിന്നെ ഒരു റൗണ്ട് കളികൾ കൂടിയാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് സിംബാബ്വെ. പവർ റാങ്കിങ് എന്താണ് ഏതാണ് എന്നൊക്കെ സുഹൃത്തുക്കൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. കഴിഞ്ഞ 3-4 കൊല്ലക്കാലമായിട്ട് റാഫ്റ്റോക്സ് ക്രിക്കറ്റിൽ IPL സമയത്തും അതുപോലെ പ്രധാനപ്പെട്ട ICC ടൂർണമെൻറ്റുകളുടെ സമയത്തും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ പവർ റാങ്കിങ് കഴിഞ്ഞ റൗണ്ടിലെ പവർ റാങ്കിങ് ആവില്ല. അടുത്ത റൗണ്ടിൽ ടീമിൻ്റെ ജയസാധ്യതയും പെർഫോമൻസും ഫോമും ഒക്കെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ താനല്ലടാ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇരുമ്പുലൊക്കെ അല്ല, മാറ്റമില്ലാത്തതല്ല, അത് പെർഫോമൻസ് അനുസരിച്ച് മാറുന്നതാണ്. അത് സ്ഥിരമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ഇത് നിലവിലെ കിരീട സാധ്യതയാണ്. ഇതിൽ മാറി മറിയലുകൾ സംഭവിക്കാം. അപ്പോൾ ഏറ്റവും താഴെ 8ാമതുള്ള ടീം എന്ന് പറഞ്ഞാൽ കിരീട സാധ്യത ഏറ്റവും കുറഞ്ഞ ടീം എന്നാണ്. അപ്പോൾ നമ്മുടെ പുതിയ പവർ റാങ്കിൽ 8ാം സ്ഥാനത്ത് സിംബാബ്വെയാണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 8ാം സ്ഥാനത്ത് സിംബാബ്വെ തന്നെയായിരുന്നു. സിംബാബ്വെ ശരിയാണ്, ഗ്രൂപ്പ് സ്റ്റേജിൽ നല്ല മിറാക്കിൾ പോലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ട് മുന്നോട്ടേക്ക് കയറി വന്നതാണെങ്കിലും ആ കൺസിസ്റ്റൻസി അവർക്ക് നിലനിർത്താൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്മൾ അവർക്ക് അവസാന സ്ഥാനം കൊടുത്തത്. ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് വെസ്റ്റ് ഇൻഡീസ് അവരെ 107 റൺസിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് റൺ റേറ്റിന് ഹെവി ഡാമേജ് വന്നു കഴിഞ്ഞു. ഇനി ഇന്ത്യക്കെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും അവർക്ക് വിജയിക്കാൻ പറ്റുമോ? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് 8ാം സ്ഥാനത്ത് അവർ. 7ാം സ്ഥാനത്ത് ശ്രീലങ്ക. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തായിരുന്നു ശ്രീലങ്ക. ശരിയാണ്, ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിട്ടുണ്ട് അവർ, പക്ഷേ സിംബാബ്വെയോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇംഗ്ലണ്ടിനോട് സ്വന്തം മണ്ണിൽ അവർ കനത്ത തോൽവി തന്നെ ഏറ്റുവാങ്ങി. 51 റൺസിന് അവർ തോറ്റു എന്നതിനപ്പുറം 95 റൺസിന് അവർ ഓൾ ഔട്ടായി എന്നതുകൂടി ചേർത്ത് വായിക്കണം. പതിരാനയും ഹസരംഗയും ഒക്കെ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആദ്യ റൗണ്ടിന് ശേഷം, ആദ്യ റൗണ്ടിനിടയിൽ തന്നെ എന്ന കാര്യമൊക്കെ ഓർക്കുക. സോ മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത കളി ന്യൂസിലാൻഡിനെതിരെയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നിന്ന് അവർ പ്രകടനം വെച്ച് ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. സാധ്യത കുറവാണ്. 7ാം സ്ഥാനത്തേക്ക് അവർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 6ാം സ്ഥാനത്തായിരുന്നു. ഈ പവർ റാങ്കിങ്ങിലും പാകിസ്ഥാൻ 6ാം സ്ഥാനത്ത് വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല,
പാകിസ്ഥാൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കളി മഴ പെയ്തു പോയി. അങ്ങനെ ഒരു വളരെ കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇതുവരെ പാകിസ്ഥാൻ നടത്തിയിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ നെതർലൻഡ്സിനോട് അവർ ബുദ്ധിമുട്ടി ജയിച്ച് കയറി വന്നതാണ്. ഇന്ത്യയോട് തോൽക്കുകയും ചെയ്തു. പിന്നെ USA, നമീബിയ എന്ന മിന്നോസുകളോട് വിജയിച്ച് വന്ന പാകിസ്ഥാനാണ്. ഇന്നിപ്പോൾ ഇംഗ്ലണ്ടിനോട് എന്ത് പ്രകടനം നടത്തും എന്നുള്ളത് കണ്ടറിയണം. സോ ഇതുവരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 6ാം സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. 5ാം സ്ഥാനത്ത് ന്യൂസിലാൻഡ്. കഴിഞ്ഞ പവർ റാങ്കിൽ 3ാമതുണ്ടായിരുന്ന ടീമാണ് ന്യൂസിലാൻഡ്. അവർ 5ാമതേക്ക് എങ്ങനെ വീണു? കഴിഞ്ഞ കളി മഴ പെയ്ത് പോയിട്ടില്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ ആളുണ്ടോ. പക്ഷേ മറ്റ് ടീമുകളുടെ പെർഫോമൻസ് നന്നാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലുള്ള ടീം താഴേക്ക് വരും. അതാണ് അവരുടെ കാര്യത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏതായാലും ന്യൂസിലാൻഡിൽ വലിയ പ്രതീക്ഷയുള്ള ആരാധകരുണ്ട്. നാളത്തെ ശ്രീലങ്ക വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തോടു കൂടി ഏതാണ്ട് ആ ഗ്രൂപ്പിലെ ചിത്രം ഒന്നുകൂടി തെളിയും. പിന്നെ അടുത്ത 4ാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്മൾ 7ാം സ്ഥാനത്താണ് ഇംഗ്ലണ്ടിന് സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ഇതാ മുന്നോട്ട് വരുന്നു, 4ാം സ്ഥാനത്ത് വരുന്നു. ഇംഗ്ലണ്ട് അത്ര മികച്ച പ്രകടനമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ നടത്തിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ അവരെ വിറപ്പിച്ചു വിട്ടതാണ്. 4 റൺസിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. അതിനുശേഷം വെസ്റ്റ് ഇൻഡീസ് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കോട്ട്ലൻഡിനോടും ഇറ്റലിയോടും അവർ ജയിച്ചു, സംഗതി ശരിയാണ്. പക്ഷേ ആ ജയിച്ച സമയത്തും സ്കോട്ട്ലൻഡും ഇറ്റലിയുമൊക്കെ മികച്ച പോരാട്ട വീര്യം ഇംഗ്ലണ്ടിനെതിരെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ കിടന്ന ഇംഗ്ലണ്ടിന് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ പവർ റാങ്കിൽ 7ാം സ്ഥാനം കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ട് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കും വെച്ചുകൊണ്ട് നല്ല രൂപത്തിലുള്ള പെർഫോമൻസാണ് ശ്രീലങ്കയിലേക്ക് മാറിയപ്പോൾ കളിക്കുന്നത്. ശ്രീലങ്കയുടെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നേരത്തെയും അവർ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം ഒരു പക്ഷേ പാകിസ്ഥാൻ അവർ പരാജയപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരുടെ ടീം വെൽ ബാലൻസ്ഡാണ്. അവരുടെ ബാറ്റിങ്ങിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. ശരിയാണ്, ജോസ് ബട്ട്ലർ ഫോമിലല്ല. എന്നാൽ പോലും ബാക്കിയുള്ള ബാറ്റർമാരിൽ 1-2 പേര് നന്നായിട്ട് ക്രീസിൽ നിന്ന് അടിച്ചാൽ പോലും വലിയ സ്കോറിലേക്ക് പോകാനുള്ളൊരു കപ്പാസിറ്റി ഇംഗ്ലണ്ടിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ 4 സ്പിൻ ബോളിംഗ് ഓപ്ഷൻസ്, ആദിൽ റഷീദും ലിയാം ഡോസനും വിൽ ജാക്സും ജേക്കബ് ബെത്തലും, പിന്നെ അവർക്ക് പേസ് ബൗളിങ്ങിൽ ജോഫ്രെ ആർച്ചറും, പിന്നെ ഈ പറയുന്ന പോലെ ജെയ്മി ഒവേർട്ടനും സാം കറൻ്റെ സാന്നിധ്യവും എല്ലാം കൂടി ചേരുമ്പോൾ ശ്രീലങ്കയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ട എല്ലാ ചേരുവകളും അവർക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സോ ഇംഗ്ലണ്ട് 4ാം സ്ഥാനത്ത് വരുന്നു. അടുത്തത് 3ാം സ്ഥാനത്ത് ടീം ഇന്ത്യ. കഴിഞ്ഞ പവർ റാങ്കിൽ 1ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നത്. ഒറ്റയടിക്ക് താൻ ഇന്ത്യയെ കൈവിട്ടല്ലേ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി ഒരല്പം ബുദ്ധിമുട്ടിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3.8 ഹെവി ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരമുണ്ടല്ലോ, ഇന്ത്യയുടെ അടുത്ത കളിയുടെ അതേ ദിവസം തന്നെ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം. ആ മത്സരത്തിൽ ഏതാണ്ട് കാര്യങ്ങളിലൊരു തീരുമാനമാകും. അതിൽ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വലിയ രൂപത്തിൽ കോംപ്ലിക്കേറ്റഡ് ആകും. അതല്ല, വെസ്റ്റ് ഇൻഡീസ് തോറ്റ് സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കളികൾ മാത്രം വിജയിച്ച് സെമിഫൈനലിൽ എത്താനും പറ്റും. അതായത് മറ്റ് ടീമുകളുടെ വിജയസാധ്യത, വിജയപരാജയങ്ങൾ കൂടി ആശ്രയിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ദുസ്ഥിതിയിലേക്ക് ടീം ഇന്ത്യ വീണ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ കളിയിലെ മോശം പ്രകടനത്തിൻ്റെ പ്രതിഫലമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാഹചര്യങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ടീമുണ്ട്. പക്ഷേ ടീം കോമ്പിനേഷൻ ഉപയോഗപ്പെടുത്തുന്നതിലൊക്കെ പലപ്പോഴും പാളിച്ച പറ്റുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അതെല്ലാം പരിഹരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പവർ റാങ്കിങ് നമ്മൾ 1 നിന്ന് 3 മാറ്റിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക 2ാം സ്ഥാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ സൗത്ത് ആഫ്രിക്ക 4ാമതായിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെയുള്ള ഗംഭീര വിജയത്തോടു കൂടി അവർ ഒന്നുകൂടി അവരുടെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അൺബീറ്റണായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. സോ സൗത്ത് ആഫ്രിക്കയ്ക്ക് കിരീട സാധ്യതയിൽ നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുന്നു. എങ്കിടിയൊക്കെ എത്ര മനോഹരമായിട്ടും ആണ് പന്തെറിയുന്നതെന്ന കാര്യം നോക്കുക. അവരുടെ ബാറ്റർമാരിൽ ഇപ്പോൾ ഡേവിഡ് മില്ലറും ഡേവിഡ് ബ്രവിസും കഴിഞ്ഞ കളിയിൽ അവരുടെ ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ ടീമിനെ രക്ഷപ്പെടുത്തിയെടുത്ത രീതി, ട്രിസ്റ്റൻ സ്റ്റെപ്സിൻ്റെ ഫിനിഷിങ് എല്ലാം നോക്കുമ്പോൾ
കഴിഞ്ഞ തവണ കൈവിട്ടു പോയ കിരീടം ഇത്തവണ അവർ പിടിച്ചു കൊണ്ടുപോയാൽ, കയ്യെത്തി പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. 2ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ 1ാം സ്ഥാനത്താണ് വെസ്റ്റ് ഇൻഡീസ്. കഴിഞ്ഞ പവർ റാങ്കിൽ വെസ്റ്റ് ഇൻഡീസ് 2ാമതായിരുന്നു. പലരും അതൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് വെസ്റ്റ് ഇൻഡീസൊക്കെ 2ാമതോ? ഇവിടെ വെസ്റ്റ് ഇൻഡീസ് അൺബീറ്റൺ ആയിട്ട് കുതിക്കുകയാണ്. ഈ T20 വേൾഡ് കപ്പിൽ അവർ മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓസ്ട്രേലിയയും ശ്രീലങ്കയെയും ഒക്കെ തീർത്ത് വന്ന സിംബാബ്വെയെ അവർ അതിനേക്കാൾ മനോഹരമായിട്ട് തീർത്തു കൊടുക്കുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 254 റൺസ് അവരടിച്ചു കൂട്ടുമ്പോൾ ഹെറ്റ്മെയറുടെയൊക്കെ ബാറ്റിൻ്റെ ശക്തിയും അതിൻ്റെയൊക്കെ ഒരു തീവ്രതയും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നാവും. അതുപോലെ തന്നെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ളൊരു സ്ക്വാഡ് അവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1ാമത് വെസ്റ്റ് ഇൻഡീസ്. ഇനിയിപ്പോൾ ചിലർ വരും, ആദ്യ 3 സ്ഥാനങ്ങൾ എങ്ങനെ ഒരേ ഗ്രൂപ്പിൽ നിന്നുള്ള വരും? ഒരിക്കലും സംഭവിക്കില്ലല്ലോ. ഗ്രൂപ്പിൽ നിന്ന് 2 ടീമല്ലേ മുന്നോട്ട് പോകും. തൻ്റെ പവർ റാങ്കിങ് തെറ്റാണെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ടൂർണമെൻറ്റിൽ വരാവുന്ന ഓരോ സ്ഥാനത്തുള്ളവരുടെ സ്ഥാനം പറഞ്ഞതല്ല. വെസ്റ്റ് ഇൻഡീസ് 1, സൗത്ത് ആഫ്രിക്ക 2, ഇന്ത്യ 3 ഇങ്ങനെ ഫിനിഷ് ചെയ്യുന്നല്ല പറയുന്നത്. ഇത് കിരീട സാധ്യതയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് വരാം. അല്ലാതെ ടീമുകൾ ഫിനിഷ് ചെയ്യുന്ന പൊസിഷനല്ല എന്ന് മനസ്സിലാക്കി. പവർ റാങ്കിങ് എന്താണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയവർക്ക് ഇതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഇതാണ് നമ്മുടെ നിലവിലെ പവർ റാങ്കിങ്. 1 വെസ്റ്റ് ഇൻഡീസ്, 2 സൗത്ത് ആഫ്രിക്ക. കിരീട സാധ്യത ഇപ്പോൾ മുന്നിൽ വെസ്റ്റ് ഇൻഡീസ്, 2 സൗത്ത് ആഫ്രിക്ക എന്നാണ് നമ്മൾ പറയുന്നത്. 3 ഇന്ത്യ, 4 ഇംഗ്ലണ്ട്, 5 ന്യൂസിലാൻഡ്, 6 പാകിസ്ഥാൻ, 7 ശ്രീലങ്ക, 8 സിംബാബ്വെ. നിങ്ങൾക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടേതായിട്ടുള്ള പവർ റാങ്കിങ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളായ നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഈ കളിയെക്കുറിച്ചുണ്ടാവും. അതാണ് ഈ കളിയുടെ പ്രത്യേകതയും സൗന്ദര്യവും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.